नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 65. പൗണ്ഡ്രക മോക്ഷവും കാശിരാജവധവും. പേജ് നമ്പർ 641. ഭഗവാൻ കൃഷ്ണന്റെ സന്ദേശം ദൂതൻ പൗണ്ഡ്രകനിൽ എത്തിച്ചു. അതിലെ അധിക്ഷേപങ്ങൾ മുഴുവൻ ക്ഷമയോടെ കേട്ടു. കൂടുതൽ കാത്തു നിൽക്കാതെ തെമ്മാടിയായ പൗണ്ഡ്രകനെ ശിക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണൻ തേരിലേറി യാത്ര പുറപ്പെട്ടു. അന്നു കുരുക്ഷത്തിലെ രാജാവ് സുഹൃത്തായ കാശി രാജാവിനോടൊത്തായിരുന്നു വാസം. അതിനാൽ കൃഷ്ണൻ കാശി നഗരം മുഴുവൻ വളഞ്ഞു. പൗണ്ഡ്രകൻ വലിയ യോദ്ധാവായിരുന്നു. കൃഷ്ണന്റെ ആക്രമണത്തെക്കുറിച്ചു കേട്ട നിമിഷത്തിൽ തന്നെ 2 അക്ഷൗഹിണി സൈന്യത്തോടു കൂടി അയാൾ നഗരത്തിനു പുറത്തെത്തി. കാശി രാജാവ് പൗണ്ഡ്രകന്റെ സുഹൃത്തായിരുന്നു. 3 അക്ഷൗഹിണി പടയുമായി അദ്ദേഹവും എത്തി. കൃഷ്ണനെ ആക്രമിക്കാൻ ഇരു രാജാക്കന്മാരുമെത്തിയപ്പോഴാണ് കൃഷ്ണൻ ആദ്യമായി പൗണ്ഡ്രകനെ മുഖാമുഖം കാണുന്നത്. ശംഖം, ചക്രം, ഗദ, പദ്മം എന്നീ ചിഹ്നങ്ങളാൽ അലംകൃതനായ പൗണ്ഡ്രകനെ കൃഷ്ണൻ കണ്ടു. അയാൾ കയ്യിൽ ശാർങ്ഗം എന്ന വില്ലും മാറിൽ ശ്രീവത്സവും ധരിച്ചിരുന്നു. മാറിൽ കൃത്രിമമായി നിർമ്മിച്ച കൗസ്തുഭരത്നം ഭഗവാൻ വാസുദേവന്റെ ശരിപകർപ്പുപോലെ കഴുത്തിൽ പൂമാലയും അണിഞ്ഞിരുന്നു. മഞ്ഞ നിറത്തിലുള്ള പട്ടാമ്പരമാണുടുത്തിരുന്നത്. രഥത്തിലെ പതാകയിൽ ഗരുഡ ചിഹ്നവും കൂടിയായപ്പോൾ ശരിക്കും കൃഷ്ണന്റെ ചിഹ്നങ്ങളൊക്കെ ഒത്തു. വളരെ വിലപ്പെട്ട ഒരു കിരീടം ശിരസിലണിഞ്ഞിരുന്നു. കാതിലെ കുണ്ഡലങ്ങൾ മകരമത്സ്യത്തെപ്പോലെ പ്രഭ വിതറി. എന്നിരുന്നാലും മൊത്തത്തിൽ അയാളുടെ വേഷഭൂഷാദികൾ തികച്ചും അനുകരണങ്ങളായിരുന്നു. വാസുദേവന്റെ കപടവേഷത്തിൽ രംഗത്തെത്തിയിരിക്കുന്ന നടനാണെന്നേ അയാളെ കണ്ടാൽ തോന്നിയിരുന്നുള്ളൂ. തന്റെ ഭാവവും വേഷവും അതേപടി അനുകരിച്ചിരിക്കുന്ന പൗണ്ഡ്രകനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണനു ചിരിയടക്കാനായില്ല. തികഞ്ഞ സംതൃപ്തിയോടെ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പൗണ്ഡ്രകന്റെ പക്ഷത്തെ പടയാളികൾ കൃഷ്ണന്റെ മേൽ തങ്ങളുടെ ആയുധങ്ങൾ ചൊരിഞ്ഞു തുടങ്ങി. തിരമാല പോലെ പാഞ്ഞുവന്ന ശൂലം, ഗദ, വേൽ, കുന്തം, വാൾ, കഠാരി, അസ്ത്രങ്ങൾ തുടങ്ങിയവയെ മുഴുവൻ കൃഷ്ണൻ നേരിട്ടു. പ്രളയകാലത്തു സർവനാശകമായ അഗ്നി സർവവും ഭസ്മമാക്കുന്നതുപോലെ അദ്ദേഹം ആയുധങ്ങളോടൊപ്പം പൗണ്ഡ്രകന്റെ പടയാളികളെയും സഹായികളെയും
തകർത്തു തരിപ്പണമാക്കി. എതിരാളിയുടെ ആന, കുതിര, തേര്, കാലാൾ എന്നിവയെ മുഴുവനും കൃഷ്ണൻ ഛിന്നഭിന്നമാക്കി. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരം യുദ്ധഭൂമിയിലെങ്ങും ചിതറിക്കിടന്നു. ആന, കുതിര, ഒട്ടകം, മനുഷ്യർ എല്ലാം തറപറ്റി കിടന്നിരുന്നു. ലോകസംഹാരകാലത്ത് ശിവന്റെ നൃത്തരംഗം പോലെയാണു യുദ്ധഭൂമി കാണപ്പെട്ടതെങ്കിലും കൃഷ്ണന്റെ ഭാഗത്തുള്ള യുദ്ധവീരന്മാർക്ക് ഇതു കണ്ട് ഉത്സാഹം വർദ്ധിച്ചു. അവർ കൂടുതൽ ശക്തിയോടെ പോരാടി. ഈ സമയത്തു ഭഗവാൻ കൃഷ്ണൻ പൗണ്ഡ്രകനോട് പറഞ്ഞു, പൗണ്ഡ്രകാ, വിഷ്ണുവിന്റെ ചിഹ്നങ്ങൾ, വിശേഷിച്ചു ചക്രായുധം ഉപേക്ഷിക്കാൻ നീ നമ്മോടഭ്യർത്ഥിച്ചു. നാം ഇപ്പോഴതു നിനക്കു തരാം. കരുതിയിരുന്നോളൂ. നീ നമ്മെ അനുകരിക്കുകയും സ്വയം വാസുദേവനെന്നു പ്രഖ്യാപിക്കുകയും ചെയ്തു. നിന്നെക്കാൾ വലിയൊരു വിഡ്ഢിയില്ല. താൻ ദൈവമാണെന്നു പ്രചാരണം നടത്തുന്നവനാണ് മനുഷ്യവർഗത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്നു കൃഷ്ണന്റെ ഈ വാക്കുകളിൽ നിന്നു വ്യക്തമാകുന്നു. കൃഷ്ണൻ തുടർന്നു, പൗണ്ഡ്രകാ, നിന്റെ ഈ തെറ്റായ ചിത്രീകരണം നിന്നെക്കൊണ്ട് തന്നെ നാം ഉപേക്ഷിപ്പിക്കും. നാം നിനക്കു കീഴടങ്ങണം, അല്ലേ? ഇതാ നിനക്കവസരം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം യുദ്ധം തുടങ്ങുന്നു. നാം തോൽക്കുകയും നീ ജയിക്കുകയും ചെയ്താൽ തീർച്ചയായും നാം നിനക്കു കീഴടങ്ങാം. ഇപ്രകാരം പൗണ്ഡ്രകനെ കഠിനമായി ശാസിച്ചുകൊണ്ട് അദ്ദേഹം ഒരസ്ത്രം കൊണ്ട് അവന്റെ രഥം തുണ്ടം തുണ്ടമാക്കി. ചക്രായുധം കൊണ്ട് അവന്റെ തല ഉടലിൽ നിന്നു വേർപെടുത്തി. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വത ശൃംഗങ്ങൾ ഛേദിക്കുന്നതുപോലെ, അതുപോലെ തന്നെ അസ്ത്രങ്ങൾ കൊണ്ട് കാശി രാജാവിനെയും വധിച്ചു. കാശി രാജാവിന്റെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കാണാൻ വേണ്ടി അയാളുടെ ശിരസ് കാശി നഗരത്തിലേക്കെറിയുകയും ചെയ്തു. കൊടുങ്കാറ്റ് താമര ഇതളിനെ അങ്ങിങ്ങു പറത്തിക്കൊണ്ടു പോകുന്നത്ര ലാഘവത്തോടെയാണ് കൃഷ്ണൻ ഇക്കാര്യം സാധിച്ചത്. തുടർന്ന് തന്റെ തലസ്ഥാന നഗരിയായ ദ്വാരകയിലേക്കു മടങ്ങുകയും ചെയ്തു. ഹരേ കൃഷ്ണ.